സോ നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിൽ ഇക്കോളജിയുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ലെവലിലാണ് നമ്മൾ ഈ ചാപ്റ്ററിനെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അടുത്ത ടോപ്പിക്കാണ് ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. ഓർഗാനിസവും അതിൻ്റെ എൻവയോൺമെൻറ്റും അതാണ് ഇനി വരുന്ന ടോപ്പിക്ക്. സോ അതിൽ നോക്കുകയാണെങ്കിൽ ഇക്കോളജി അറ്റ് ഓർഗാനിസമിക് ലെവൽ, ഓർഗാനിസത്തിൻ്റെ ലെവലിൽ ഇക്കോളജീനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് എസെൻഷ്യലി എന്താണ്, ഫിസിയോളജിക്കൽ ഇക്കോളജി എന്നാണ് പറയാം. എന്താണ് ഫിസിയോളജിക്കൽ ഇക്കോളജി? സോ ഇക്കോളജി അറ്റ് ഓർഗാനിസമിക് ലെവൽ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ഇക്കോളജിയാണ്. സോ ഈ ഫിസിയോളജിക്കൽ ഇക്കോളജിയിൽ എന്തിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഹൗ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് അഡാപ്റ്റഡ് ടു ദെയർ എൻവയോൺമെൻറ്റ്, എങ്ങനെയാണ് ഓരോ ഡിഫറെൻ്റ് ഓർഗാനിസംസും അത് അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് സർവൈവൽ ആൻഡ് ഓൾസോ റീപ്രൊഡക്ഷൻ. സർവൈവലിന് വേണ്ടി മാത്രമല്ല ഈ ഓർഗാനിസം അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യണത്, അതുമാത്രമല്ല അതിൻ്റെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടും. സോ ഇതാണ് ഇക്കോളജി അറ്റ് ഓർഗാനിസം ലെവൽ എന്ന് പറയുന്നത്. സോ ഇക്കോളജി അറ്റ് ഓർഗാനിസം ലെവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിയോളജിക്കൽ ഇക്കോളജിനെയാണ് നമ്മൾ പറയുന്നത്, ഡീൽസ് വിത്ത് ഫിസിയോളജിക്കൽ ഇക്കോളജി. അതിൽ പറയുന്നത് എങ്ങനെയാണ് ഓരോ ഓർഗാനിസും അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത്, സർവൈവലിന് വേണ്ടിയിട്ടും റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടും. സോ നമ്മൾക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ് റൊട്ടേഷൻ ഓഫ് അവർ പ്ലാനറ്റ് അറൗണ്ട് ദ സൺ. ഈ സൂര്യന് ചുറ്റും നമ്മുടെ ഈ പ്ലാനറ്റ് റൊട്ടേറ്റ് ചെയ്യലും അതോടൊപ്പം തന്നെ അതിൻ്റെ ടിൽറ്റ് ഓഫ് ആക്സിസ് അത് കാരണമാണ് ആനുവൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഡിഫറെൻറ്റ് സീസൺസ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതാണ് നമ്മൾ പറഞ്ഞ കാര്യം, ആ പഠിച്ച കാര്യം ഒന്നും കൂടി നമ്മൾ ഒന്ന് ഓർമ്മിച്ചെടുക്കുകയാണ്. റൊട്ടേഷൻ ഓഫ് അവർ പ്ലാനറ്റ്, നമ്മുടെ പ്ലാനറ്റ് സൂര്യന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ടിൽറ്റ് ഓഫ് ആക്സിസ് കാരണം എന്ത് സംഭവിക്കുന്നു, ആനുവൽ വേരിയേഷൻ, ഓരോ വർഷവും വേരിയേഷൻസ് ഉണ്ടാകുന്നു. എന്തിലൊക്കെ? ഇൻ ദ ഇൻറ്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിൻ്റെ ഡ്യൂറേഷൻ, എത്രത്തോളം ആ ടെമ്പറേച്ചർ നിലനിൽക്കണം, അതിൻ്റെ ഇൻറ്റൻസിറ്റി, ഇതിൽ ആനുവൽ വേരിയേഷൻസ് വന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം നമ്മുടെ സണ്ണിന് ചുറ്റും, സൂര്യന് ചുറ്റും ഈ പ്ലാനറ്റിൻ്റെ റൊട്ടേഷനും അതിൻ്റെ ടിൽറ്റ് ഓഫ് ആക്സിസും കാരണമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ കാരണം എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ടെമ്പറേച്ചറിൽ ഡ്യൂറേഷൻ വരുന്നു, വ്യതിയാനം സംഭവിക്കുന്നു, അതിൻ്റെ തീവ്രതയിലും വ്യതിയാനം സംഭവിക്കുന്നു. ഇതൊക്കെ കൂടിയാണ് നമ്മൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സീസൺസ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഒരു വർഷത്തിൽ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് സീസൺസിലൂടെ കടന്നു പോകാനുള്ള കാരണം ഇതാണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ ഈ വേരിയേഷൻസ്, നമ്മളീ പറഞ്ഞ വേരിയേഷൻസ് ടുഗദർ വിത്ത് ആനുവൽ വേരിയേഷൻസ്, അത് വിത്ത് ആനുവൽ വേരിയേഷൻസ്, എന്തിൻ്റെ കേസിലാണ് ആനുവൽ വേരിയേഷൻ പറയുന്നത്? വിത്ത് പ്രിസിപ്പിറ്റേഷൻ. പ്രിസിപ്പിറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് റെയിൻ മാത്രമല്ല, മഴ മാത്രമല്ല, സ്നോ. സോ എല്ലാ തരത്തിലുള്ളതും റെയിനും സ്നോയും അടങ്ങിയിട്ടുള്ള ആ പ്രിസിപ്പിറ്റേഷനും, ഇത് രണ്ടുമാണ് അക്കൗണ്ട് ഫോർ ദ ഫോർമേഷൻ ഓഫ് മേജർ ബയോംസ്. ഈ നമ്മൾ പറഞ്ഞ ആ ബയോളജിക്കൽ ഓർഗനൈസേഷനിൽ മാക്രോമോളിക്യൂളിൽ നിന്ന് തുടങ്ങി സെല്ല്, ടിഷ്യൂ, ഓർഗൻ, ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ നമ്മൾ പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, അങ്ങനെ ഇക്കോസിസ്റ്റം, ലാസ്റ്റ് നമ്മൾ ബയോമിലെത്തിയിരുന്നു. ആ ബയോമുകൾക്ക് എങ്ങനെയാണ് ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത്? സോ എന്തുകൊണ്ടാണ് ആ ഡിഫറെൻറ്റ് ബയോംസ് ലൈക്ക് ഡെസേർട്ട് ഒരു ബയോമാണ്, റെയിൻ ഫോറസ്റ്റ് ഒരു ബയോമാണ്, ടുൻഡ്ര അതും ഒരു ബയോമാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ബയോംസിലേക്ക് ലീഡ് ചെയ്യണത്, ഫോർ എക്സാമ്പിൾ ഡെസേർട്ട്, റെയിൻ ഫോറസ്റ്റ്, ടുൻഡ്ര, ഇങ്ങനെ ഡിഫറെൻറ്റ് ബയോമിലേക്ക് ലീഡ് ചെയ്യണത് എന്താണ്? നമ്മൾ ഈ പറഞ്ഞ വേരിയേഷൻസും ആനുവൽ വേരിയേഷൻസ് ഇൻ പ്രിസിപ്പിറ്റേഷൻ. ഈ പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ റെയിൻ ഫോമിൽ കിട്ടുന്നതാവാം, അതുപോലെ സ്നോ ഫോമിൽ കിട്ടുന്നതാവും. ഈ പ്രിസിപ്പിറ്റേഷൻ മഴ രൂപത്തിലോ ഇതുപോലെ മഞ്ഞ് രൂപത്തിലോ കിട്ടുന്നതൊക്കെ ആ പ്രിസിപ്പിറ്റേഷൻ. അങ്ങനെ വർഷാവർഷം കിട്ടുന്ന ആ പ്രിസിപ്പിറ്റേഷനും കൂടി ചേർന്നിട്ടാണ് നമുക്ക് പലതരത്തിലുള്ള ബയോമുകൾ സൃഷ്ടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ബയോമുകൾ ഉണ്ടാവുന്നത്. ഈ ആനുവൽ പ്രിസിപ്പിറ്റേഷനും നമ്മൾ ഈ പറഞ്ഞ ടെമ്പറേച്ചറിൻ്റെ ഡ്യൂറേഷനും അനുസരിച്ചിട്ടാണ്. ഡിഫറെൻറ്റ് ഡ്യൂറേഷൻ ഓഫ് ടെമ്പറേച്ചറും ഇൻറ്റൻസിറ്റിക്കും കാരണം നമ്മൾ പറഞ്ഞ എന്താണ്?
സണ്ണിന് ചുറ്റുമുള്ള ഈ നമ്മുടെ പ്ലാനറ്റിൻ്റെ റൊട്ടേഷനും അതിൻ്റെ ടിൽറ്റ് ഓഫ് ആക്സിസും കാരണമാണ് നമുക്ക് ആനുവൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത്. അതുപോലെ ടെമ്പറേച്ചറിൻ്റെ ഇൻറ്റൻസിറ്റിയിലും ഡ്യൂറേഷനിലും മാറ്റം വരുന്നത്. അത് കാരണമാണ് ഡിഫറെൻറ്റ് സീസൺസ് ഉണ്ടാകുന്നത്. ഈ വേരിയേഷൻസും നമ്മുടെ ആനുവൽ പ്രിസിപ്പിറ്റേഷൻ, അത് സ്നോ ഫോമിലോ റെയിൻ ഫോമിലുള്ള ആ ആനുവൽ പ്രിസിപ്പിറ്റേഷൻ കൂടി എല്ലാം കൂടിയാണ് നമ്മൾ പറയുന്ന ഏറ്റവും മേജർ ബയോമുകളിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഏതാണ് മേജർ ബയോമുകൾ പറഞ്ഞാൽ? ഡെസേർട്ട്, റെയിൻ ഫോറസ്റ്റ് ആൻഡ് ടുൻഡ്ര. ഈ 3 ബയോമുകളിലേക്കും ലീഡ് ചെയ്യുന്നത് ഈ ആനുവൽ പ്രിസിപ്പിറ്റേഷൻ ആൻഡ് ഈ വേരിയേഷൻസുമാണ്.